പീനട്ട് ബട്ടർ പറിച്ചാലോ എന്ന് വായോ നമുക്ക് കുട്ടേച്ചൻ്റെ പിറകെ പോവാം. അപ്പോൾ ഈ ചെടിയിൽ നിന്നാട്ടോ നമ്മൾ പറിക്കണത്. അപ്പോൾ അതിൽ കണ്ടോ അത്യാവശ്യം നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. ഈ ഒരു ഓറഞ്ച് കളർ ആകുമ്പോഴാണ് നമ്മൾ പറിക്കുക. അപ്പോൾ ഇത് പറിക്കണതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ ചെറുതായിട്ടെടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ നല്ല കൊലകൊലയായിട്ടാണ് ഇതുണ്ടാവുക. അത്യാവശ്യം നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ ചെടി ഇതിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇത് 1 കൊല്ലം കൊണ്ട് കായ്ച്ചെന്നാണ് കൂട്ടേച്ചൻ പറഞ്ഞത്. നമ്മൾ വേറെ ഉള്ള ഫെർട്ടിലൈസേഴ്സോ അല്ലെങ്കിൽ പെട്ടെന്ന് ബൂസ്റ്റ് ചെയ്യാനുള്ള അങ്ങനത്തെ ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു ആർട്ടിഫിഷ്യൽ സാധനങ്ങളത് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ച പോലെ തന്നെ വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ വളങ്ങൾ മാത്രമാണ് ഇതിൽ ഉപയോഗിക്കുന്നുള്ളത്. പിന്നെ ഈ ഒരു ഡാർക്ക് ഓറഞ്ച് കളർ ആകുമ്പോഴാണ് നമ്മളത് പറിക്കുക. അതിൻ്റെ ഉള്ളിലത്തെ സീഡ് മൊത്തം ഫ്രൂട്ടും നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. ഒരു കറക്റ്റ് എന്താ പറയുക മധുരമൊന്നും ഇല്ല അതിന്. പക്ഷെ നമുക്ക് ആ ഒരു ഫ്ലേവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീനട്ട് അല്ലെങ്കിൽ ഒരു കടലയുടെ ഒരു ഫ്ലേവറായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞങ്ങൾ പറിക്കുമ്പോൾ തന്നെ ഇടയിൽ ഓരോന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് പറിക്കുന്നുണ്ട്. പിന്നെയും അതിൽ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതായത് നെക്സ്റ്റ് ഫ്രൂട്ട് ആവാനുള്ള ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ നന്നായിട്ട് കായ്കളും തരുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ കായയുടെ ഉൾവശം ഉണ്ടാവുക. ഈ ഒരു ഗ്രീൻ കളറാണ് ഇതിൻ്റെ പീനട്ടിൻ്റെ കായ. അപ്പോൾ ഇത്രയും നമ്മൾ പറിച്ചിട്ടുള്ളത്. ഇതാണ് മറ്റേ പീനട്ട് ബട്ടർ, ചക്കക്കുരു, നിലക്കടല എല്ലാം കൂട്ടി സൂപ്പറായ ഒരു പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കാൻ പറ്റിയ സൂപ്പർ സാധനമാണ്. എല്ലാവരും വെച്ച് പിടിപ്പിക്കുന്നത്. 1 കൊല്ലം കൊണ്ട് കായ്ക്കും. എല്ലാവർക്കും ചെയ്യാവുന്ന സൂപ്പർ സാധനം പീനട്ട് ബട്ടർ. ഇഷ്ടംപോലെ ആയി എല്ലാവരും വെച്ച് പിടിപ്പിക്കുക.